എന്ത് ഇപ്പം മുജാഹിദ് പറ്റേ അമ്പിപ്പോയ ടൈമാണ്. ശവത്തിലൊന്ന് കുത്തിവെക്കാൻ വിചാരിച്ചു. നിങ്ങളും ചില സംവാദം വെല്ലുവിളിയൊക്കെ നടത്തി നോക്കി. അങ്ങനെ മംഗലാപുരത്തെ വെല്ലുവിളി സംവാദത്തിൽ വെച്ചുകൊണ്ട് ഈ സക്കരിയ മുജാഹിദിനെ നമ്മുടെ മറ്റേ സഹോദര സുന്നികൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചപ്പോ എന്താണ് വെല്ലുവിളി? മുമ്പ് സക്കരിയ സുലാഹിന്റെ ഒരു ക്ലിപ്പ് നമ്മളൊക്കെ കിട്ടിയിരുന്നു. അത് പിന്നെ സുന്നികളുമായി വാദപ്രതിവാദത്തിന് അങ്ങനെ കിതാബ് വെക്കാതെ പോകാൻ പറ്റൂല പറഞ്ഞ ക്ലിപ്പ്. അത് യഥാർത്ഥത്തിൽ എടത്തനാട്ടുകര ഒരു പിന്നെ മുഖാമുഖത്തിന്റെ വിഷയം പറഞ്ഞതാണ്, നന്ദിയിട്ട് ബന്ധപ്പെട്ടതല്ല. അതെന്തായി? അവിടേക്കാണ് കൂട്ടിച്ചേർത്തിട്ട് എന്ത് പറഞ്ഞു? നന്ദിയിലെ മുത്താലിമീങ്ങളെ മുമ്പിലേക്ക് ഈ സക്കരിയ സ്വലാഹിക്ക് വരാൻ കഴിയൂല എന്ന് തട്ടിവിട്ടു. ഇത് പറഞ്ഞു കിട്ടാൻ നിൽക്കല്ലേ സക്കരിയ അവിടെ ട്രെയിൻ ഇറങ്ങാനേ. ഉടനെ തന്നെ അവിടേക്ക് എന്ത് ചെയ്തു? മുഖാമുഖയിട്ടാണ് പോയി. ആര്? സക്കരിയ സ്വലാഹി. അങ്ങനെ ഒരു ധാരിമിയുടെ വെല്ലുവിളിയും ആ വെല്ലുവിളിയെ സക്കരിയ സ്വലാഹി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രംഗം. നന്ദിയിൽ ബിരുദമെടുക്കാത്ത അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മുഖാമുഖം നടത്താൻ സക്കരിയ സ്വലാഹിക്ക് സാധിച്ചില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ? സുന്നികളോടുള്ള മുഖാമുഖം എന്ന് പറയുന്നത് കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്. ആ സുന്നി ഇങ്ങക്ക് മാറിയിക്കണ്. അത് ഞങ്ങൾക്കും സക്കരിയൊക്കെ അറിയുള്ളൂ. അത് സുന്നി ഇപ്പുറത്തുള്ള സുന്നിയാണ്. മുഖം എന്ന് പറയുന്നത് കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്. അതിന് എന്നെ കിട്ടില്ല. ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരോട് കാളമൂത്ര സാഹിത്യം പറയുന്ന മുഖാമുഖമല്ല. അതുകൊണ്ട് നന്ദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്ക് മംഗലാപുരത്തേക്ക് വരാൻ കഴിയോ? ജീവണ്ടെങ്കിൽ ആൾ വരുമോ? ഇല്ല, വരില്ല. സക്കരിയ സ്വലാഹി എവിടെയെന്ന് ചോദിച്ച മുസ്ലിയാക്കന്മാരെവിടെ? എവിടെ? അതാ വിഷയം. ഞങ്ങളോടൊന്നും ഇങ്ങനെ ചോദിച്ചൊരു ക്ലിപ്പ് കാലം വരെ ഞങ്ങൾ കണ്ടുകൊള്ളു. എവിടെ പോയി ധാരിമികൾ? എവിടെ? നന്ദി ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സക്കരിയ സ്വലാഹി ഞെട്ടും. അവരടുത്ത് പോകണമെങ്കിൽ കിതാബ് ഓതണം. കിതാബ് ഓതാതെ പോയില്ല. എവിടെ സക്കരിയ സ്വലാഹി? മനസ്സിലായില്ലേ? എല്ലാ കിതാബും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാ കിതാബ് തന്നെ? നിങ്ങളെ ഷെയ്ഖ് സുബിക്കിന്റെ ശിഫാഉ സഖാമാണ്. ഇത് നിങ്ങൾ വായിക്കുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. അതിന്റെ മറുപടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാരിമുൽ മുൻകി കണ്ടാ? ഫിർറദ്ദി അല സുബിക്കി, സുബിക്കുള്ള ഖണ്ഡന ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേതാ കിതാബ് എന്നറിയോ? ഇബ്നുൽ ഖയ്യിമിന്റെ അർറൂഹ്. നിങ്ങൾ ഒരുപാട് ഇതൊന്നും ധരിക്കലുണ്ട്. അത് കിതാബ് അടക്കാൻ ഞങ്ങൾ വന്ന് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ. അപ്പുറം വായിക്കും മൂല്യം അപ്പുറം വായിക്കാൻ കിതാബ് കയ്യിൽ തരാൻ വേണ്ടി നിങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇതേതാ കിതാബ് എന്നറിയോ? ശവാഹിദുൽ ഹഖ്. നിങ്ങളെ ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി എന്ന കാട്ട് ഖുറാഫി, ലോക ഖുറാഫിന്റെ ബുക്കാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ മറുപടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്തുൽ അമാനി. അപ്പൊ ഒക്കെ മൂപ്പര് കൊണ്ടേക്കണം. പക്ഷെ ഓൽക്ക് അതൊന്നും കാണണ്ട, കണ്ടിട്ട് കാര്യമല്ല. ഓൽക്ക് സനത വേണ്ട. ഇല്ല പൊന്നാര ചങ്ങാതിമാരെ, സനത് ഞങ്ങൾക്കല്ലേ വേണ്ടത്. ഞങ്ങളല്ലേ വെള്ളം കുടിച്ചുന്ന ആൾക്കാർ. നിങ്ങൾക്കും തെത്തിനാത്. ഇങ്ങളിപ്പം ഞാൻ അത് കിട്ടിയിട്ട് വെള്ളം കുടിക്കാൻ വരണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമല്ല. കാരണം വരുന്നോൽക്ക് തന്നെ ഇപ്പൊ അവിടെ വൈകുന്നേരം ആകുമ്പോത്തിന് കൊടുക്കാൻ കഴിയണില്ല. അപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യം? പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ സനത് വേണം തന്നല്ല, AP ഉസ്താദ് തന്നാ ഞങ്ങൾ കുടിക്കാൻ റെഡിയാ. അപ്പൊ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതൊന്നും അല്ല. നന്ദിയിൽ ഇവരിങ്ങനെ ആകപ്പാടെ വന്ന് ചവിട്ടിക്കൂട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് ആക്കിയിച്ച് വിടി. അതങ്ങൾ ചെയ്യേണ്ടത്. സഹോദരന്മാരെ നോക്കിങ്ങള്. എന്നിട്ട് എന്നാ ഞങ്ങൾ ആലിമീങ്ങളെ മുന്നിൽ ഇങ്ങനെ കിതാബ് പറഞ്ഞ ഒരിക്കേ പറയുള്ളൂ. ശാലിയത്ത് പറഞ്ഞില്ലേ, കൊളത്തൂർ ഉസ്താദ് വന്നില്ലേ, എന്നിട്ട് എന്താ ഉണ്ടായത്? പിന്നെ ആ വൈക്ക് വരും പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം. നിങ്ങളത് ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ശാലിയത്ത് വെച്ച്. ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? ജുസൂൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ എന്റെ മറുപടി ഞാൻ പറയാം. എന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാ.
നമ്മളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ, വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പൊ. ഓരോണത് കണ്ടുപിടിച്ചത്, ഓരോണത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബെടുക്ക്. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫത്ത് റസാഖ് പുറത്തിറക്കിയത്? മറുപടി പറയുന്നു, അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി, അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. ആരാ അതിന് അവതാരിക എഴുതിയത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് തഖരീദുദ് ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. ഈ ചോദിക്ക്, അടുത്ത ചോദ്യം ചോദിക്ക്. എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയത് ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. പറയാം, ചോദിക്ക. എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കൈയെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ, ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജ്റ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കൈയെഴുത്തു പ്രതി ആ കൈയെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ചോദിക്ക്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം. ഇതിന് ഞങ്ങളെ നിലമ്പൂര് പറയുന്നത് ഏത്തടിച്ചാണ്. മനസ്സിലായില്ലേ? ഇത് കിതാബ് തിരിഞ്ഞു ചരിച്ചേണ്ട സംഗതിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിനൊന്നും വേണ്ട. ചെറുപ്പത്തിൽ സ്കൂൾക്കും മദ്രസക്കും പോകാന്നാ മതി. നട്ടം പോലെ തെറി പറയാ തെരുവിൽ വന്നിട്ട്. ഇതിന് കുറെ ഓതിപ്പടിച്ചണം, ഉസ്താദ്മാരെ അടുത്ത് സമയം ചെലവാക്കണം, പിന്നെ കുറച്ച് പഠിച്ചോനെപ്പേടിയും വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇത് ഒത്തുചേരുക. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുകയെ. നിങ്ങൾ ശംസുലമന്റെ ആൾക്കാരാ, എന്നാ ഇജാതി പണിയെടുക്കും. നിങ്ങൾ പതിയുസ്താദിന്റെ ആൾക്കാരാ, ഈ ഏർപ്പാട് ചെയ്യും. അല്ലാതെ ശംസുലമന്റെയും പതിയുസ്താദിന്റെയും ഏർപ്പാട് ഇതല്ലാതെ, ഇങ്ങനത്തെ ദഴവത്തല്ലാതെ അങ്ങനത്തെ പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല.